പേര് ഗ്രാൻഡ് പാസ് ക്യാറ്റ്. ഗ്രാൻഡ് പാസ് ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താ? അപ്പൂപ്പൻ്റെ പൂച്ച, ഗ്രാൻഡ് പാസ് ക്യാറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, അപ്പൂപ്പന് ഒരു പൂച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ എന്താ? ഗ്രാൻഡ് ഫാദർ. ഇപ്പോൾ നമുക്ക് മുത്തശ്ശനെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം, അച്ചാച്ചനെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. അപ്പം ഓരോ നാട്ടിലും ഓരോന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ അപ്പൂപ്പൻ ഒരു പൂച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ ഒരു പൂച്ച എന്ന് വെച്ചാൽ എന്താ? എ ക്യാറ്റ്, ഒരു പൂച്ച, എ ക്യാറ്റ്. അപ്പോൾ ഉണ്ടെന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹാസ് ഉപയോഗിച്ചേക്കണേ. ഉണ്ട്, ഹാസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഹാസ് എ ക്യാറ്റ്. അപ്പൂപ്പൻ ഒരു പൂച്ചയുണ്ട്, ഗ്രാൻഡ് ഫാദർ ഹാസ് എ ക്യാറ്റ്. അപ്പം ഞാൻ ഒരു കാര്യം പറയും, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്തില്ല? കാര്യം ഈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഈ ഗ്രാൻഡ് ഫാദറിന് പകരം ഇവിടെ ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ മദർ, സ്കൂൾ, ഇപ്പം എന്തായാലും ഇവിടെ ഹാസേ വരുള്ളൂ. അപ്പം കാര്യം ഹീ, ഷീ, ഇറ്റ് ഓർ എനി സിംഗുലാർ നൗൺ ആണെങ്കിൽ ഇവിടെ ഹാസേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ, ഹാസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഗ്രാൻഡ് ഫാദർ ഹാവ് എ ക്യാറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹാസ് എ ക്യാറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം പിന്നെ വേറെ എവിടെയൊക്കെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഇപ്പം ഇവിടെ ഐ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. ഐ, യു ആയിരുന്നെങ്കിൽ ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പം വി ആയിരുന്നെങ്കിൽ ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. ദേ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. കാര്യം അതൊക്കെ ഒരു പ്ലൂറൽ നൗൺസ് ആണ്, പ്ലൂറൽ ഫോംസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ കൂടെ. അപ്പം അത് പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഹീ, ഷീ, ഇറ്റ്, മദർ, സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. ഇപ്പം പ്ലൂറൽ ഫോംസായ ഐ, യു, വി, ദേ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം എങ്ങനെ നമ്മൾ പഠിച്ചത്? അപ്പൂപ്പൻ ഒരു പൂച്ചയുണ്ട്, ഗ്രാൻഡ് ഫാദർ ഹാസ് എ ക്യാറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്താ? പൂച്ച ചെറിയതാണ്. അപ്പം പൂച്ച, ക്യാറ്റ്, ചെറിയതാണ്. ചെറുതെന്ന് വെച്ചാൽ എന്താ? സ്മോൾ. ദ ക്യാറ്റ് ഈസ് സ്മോൾ. പൂച്ച ചെറിയതാണ്, ദ ക്യാറ്റ് ഈസ് സ്മോൾ. അപ്പം നമ്മൾ തൊട്ട് പഠിച്ചതും പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു, ഇതും ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇവിടെ ഇവിടെ ഈ ഈസിന് പകരം വാസ് ആയിരുന്നെങ്കിൽ ദ ക്യാറ്റ് വാസ് സ്മോൾ. അപ്പോൾ അവിടെ മലയാളം ഈ ഒരു പൂച്ച ചെറിയതാണെന്നല്ല നമ്മൾ പറയണേ, പൂച്ച ചെറിയതായിരുന്നു എന്ന് പറയും. അപ്പം വാസ് ആയിരുന്നെങ്കിൽ പൂച്ച ചെറിയതായിരുന്നു. അപ്പോൾ ഇവിടെ ഈസാണ്, ദ ക്യാറ്റ് ഈസ് സ്മോൾ. അപ്പോൾ പൂച്ച ചെറിയതാണ്. അപ്പം ഇക്കാര്യം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ്, അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമാണ്. അപ്പം അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ ഇഷ്ടമാണ്, ലവ്സ്, ഗ്രാൻഡ് ഫാദർ ലവ്സ് ദ ക്യാറ്റ്. നമുക്ക് എഴുതാം, ഗ്രാൻഡ് ഫാദർ, അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ ലവ്സ് ദ ക്യാറ്റ്. അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമാണ്. ഇപ്പം അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമായിരുന്നു നമ്മൾ ആണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് പറയാം ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ദ ക്യാറ്റ്. അപ്പം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇഷ്ടമായിരുന്നു എന്ന് പറയുവാണെങ്കിൽ ലവ്ഡ്, LOVED. കാര്യം ഈ ലവ്സ് ഇത് പ്രസൻറ്റ് ടെൻസ് ഫോമാണ്. ഈ ലവിനെ നമ്മൾ ലവ് പാസ്റ്റ് ഫോം ആക്കുക. അപ്പം ED, ലവിൻ്റെ കൂടെ ഒരു D വരും. അപ്പോൾ ലവ്ഡ്, ഗ്രാൻഡ് ഫാദർ ലവ്ഡ് ദ ക്യാറ്റ്. ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമായിരുന്നു. ഇപ്പം അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമാകും. അപ്പോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസാണ്. അങ്ങനെ നമ്മൾ പറയാറില്ല, ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പറയാറില്ല. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ലവ്സ് ദ ക്യാറ്റ് എന്ന് വെച്ചാൽ അപ്പൂപ്പന് പൂച്ച ഇഷ്ടമാണ്. ഇപ്പം ലൗഡ് ആയിരുന്നെങ്കിൽ അപ്പൂപ്പന് പൂച്ച ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് തേർഡ് പോയിന്റ്, അപ്പൂപ്പന് പൂച്ചയെ ഇഷ്ടമാണ്, ഗ്രാൻഡ് ഫാദർ ലവ്സ് ദ ക്യാറ്റ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഇപ്പോൾ പൂച്ച പാൽ കുടിക്കുകയാണ്. അപ്പം ഇപ്പോൾ പൂച്ച പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പോൾ പൂച്ച പാൽ കുടിക്കുകയാണ്. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ. പൂച്ച പാൽ കുടിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കുടിക്കുക എന്ന് വെച്ചാൽ എന്താ? ഡ്രിങ്ക്. ഡ്രിങ്ക്. അപ്പം നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നൗ, ഇപ്പോൾ,
ഇപ്പോൾ പൂച്ച. Now the cat is drinking. അപ്പം നമ്മളിവിടെ ഡ്രിങ്കിനെ ഡ്രിങ്കിങ് ING ഫോം യൂസ് ചെയ്തു. ഡ്രിങ്കിങ്. Now the cat is drinking milk. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? Now the cat is drinking milk. ഇപ്പോൾ പൂച്ച പാൽ കുടിക്കുകയാണ്. Now the cat is drinking milk. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുമ്പം സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്നും വെർബ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോവാം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്യാറ്റാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ ക്യാറ്റ്. അപ്പം നമ്മൾ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ വെർബിന് മുമ്പായിട്ട് സബ്ജക്റ്റ് പ്ലസ് ഈസ്. ഇത് ഈസാണ്. ഈസ്, ആം, ഓർ, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം പ്ലസ് വീന്നേ ഞാൻ എഴുതുന്നുള്ളൂ. വി പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതേണ്ടത്. അപ്പം ഇവിടെ ദ ക്യാറ്റാണ് സബ്ജക്റ്റ്. ദ ക്യാറ്റ്. അപ്പം സബ്ജക്റ്റിന് കൂടെ ഈസ് നമ്മൾ യൂസ് ചെയ്തു. ദ ക്യാറ്റ് ഈസ്. ഇവിടെ ആം, ആർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ദ ക്യാറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പം എങ്ങനെയാണ്? അപ്പോൾ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തത്. അപ്പം ആറും ആമും യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രിങ്ക് ആണ് വെർബ്. അപ്പം നമ്മൾ ഡ്രിങ്കിൻ്റെ കൂടെ പ്ലസ് ING ഫോം യൂസ് ചെയ്തു. അപ്പം ഡ്രിങ്കിങ് ആയി. അപ്പം നൗ ദ ക്യാറ്റ് ഈസ് ഡ്രിങ്കിങ് മിൽക്ക്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ദ ക്യാറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് നമ്മൾ എന്തൊക്കെയായിരിക്കും ഇവിടെ വരേണ്ടത് ചാൻസ് ഉള്ളത്? ഹീ ഇവിടെ വന്നാലും നമുക്ക് ഹീ വന്നാലും ഷീ ഒക്കെ വന്നാൽ നമുക്ക് ഈസി യൂസ് ചെയ്യാൻ പറ്റും. ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏജ്, ടൈം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് വരുന്നിടത്തൊക്കെ നമുക്ക് ഈസി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഐഒ, യുഒ, വി അങ്ങനെ ദേ, ഇപ്പോൾ അതൊക്കെ IU, V ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ആം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കിയിട്ടാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ ഈസ് വേണോ, ആം വേണോ, ആർ വേണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് എഴുതും നമുക്ക്. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പോൾ പൂച്ച പാൽ കുടിക്കുകയാണ്. Now the cat is drinking milk. ഇപ്പോൾ പൂച്ച പാൽ കുടിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അപ്പൂപ്പൻ പൂച്ചയ്ക്ക് പാൽ കൊടുത്തു. അപ്പം കൊടുത്തു അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ? അപ്പൂപ്പൻ പൂച്ചയ്ക്ക് പാൽ കൊടുത്തു. അപ്പം ഗ്രാൻഡ് ഫാദർ. കൊടുക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കൊടുക്കുക, ഗീവ്. അപ്പം നമ്മളിത് കൊടുത്തു കഴിഞ്ഞ കാര്യമാണ്. ഗീവിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ യൂസ് ചെയ്തിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പൂപ്പൻ പൂച്ചയ്ക്ക് പാൽ കൊടുത്തു. ഗ്രാൻഡ് ഫാദർ. അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. ഗീവിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഗേവ്. അപ്പോൾ ഗീവിൻ്റെ പാസ്റ്റ് ഫോം എഴുതി നമ്മൾ. ഗ്രാൻഡ് ഫാദർ ഗേവ് മിൽക്ക്. ആർക്കാണ് കൊടുത്തത്? ടു ദ ക്യാറ്റ്. ഗ്രാൻഡ് ഫാദർ ഗേവ് മിൽക്ക് ടു ദ ക്യാറ്റ്. അപ്പം നമ്മളിവിടെ ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഗേവിനെ പാസ്റ്റ് ഫോമിലോട്ട് മാറ്റി ഗേവ് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഗേവ് മിൽക്ക് ടു ദ ക്യാറ്റ്. അപ്പൂപ്പൻ പൂച്ചയ്ക്ക് പാൽ കൊടുത്തു. ഗ്രാൻഡ് ഫാദർ ഗേവ് മിൽക്ക് ടു ദ ക്യാറ്റ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മളിവിടെ എന്താ ഗീവിനെ ഗേവ് ആക്കി. ഇത്രയും ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഗീവിനെ ഗേവ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഗ്രാൻഡ് ഫാദർ ഗേവ് മിൽക്ക് ടു ദ ക്യാറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പൂച്ച അപ്പൂപ്പൻ്റെ അടുത്ത് ഉറങ്ങുന്നു. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇപ്പം പൂച്ച ഉറങ്ങുന്നു എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പൂച്ച അപ്പൂപ്പൻ്റെ അടുത്ത് ഉറങ്ങുന്നു. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെ പറയാം? നിയർ ഗ്രാൻഡ് ഫാദർ. അപ്പം നമുക്ക് എഴുതാം. അപ്പോൾ എഴുതിയാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
ക്യാറ്റ് സ്ലീപ്സ്. കാര്യം നമ്മളിത് ഞാൻ പറഞ്ഞത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സ്ലെപ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോം ആണ് സ്ലെപ്റ്റ്. അപ്പം ഉറങ്ങി എന്ന് പറയുവാണെങ്കിൽ സ്ലെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ പക്ഷെ ഉറങ്ങുന്നു ഇപ്പോൾ പറയണ കാര്യമാണ്. അപ്പം കാറ്റ് സ്ലീപ്സ് നമുക്ക് എഴുതാം. കാറ്റ് സ്ലീപ്സ് നിയർ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? കാറ്റ് സ്ലീപ്സ് നിയർ ഗ്രാൻഡ് ഫാദർ. പൂച്ച അപ്പൂപ്പൻ്റെ അടുത്ത് ഉറങ്ങുന്നു. കാറ്റ് സ്ലീപ്സ് നിയർ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഇപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ സ്ലീപ്പിൻ്റെ കൂടെ എസ് നമ്മൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ എസ് ഓർ ഇ എസ് നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. പക്ഷേ ഇപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്കിവിടെ സ്ലെപ്റ്റ് യൂസ് ചെയ്താൽ മതി. സ്ലെപ്റ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. എന്താ? അപ്പൂപ്പൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം വായിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ പഠിച്ചത് തൊട്ട് മുമ്പ്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പം അപ്പൂപ്പൻ ഒരു പുസ്തകം. അപ്പം ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ? എ ബുക്ക്. അപ്പം ഒരു പുസ്തകം വായിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് റീഡ്. അപ്പം എങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്? ഗ്രാൻഡ് ഫാദർ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പൂപ്പൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. ഗ്രാൻഡ് ഫാദർ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഈസ് സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ്. ഇതാ സബ്ജക്റ്റ് എന്താ? ഗ്രാൻഡ് ഫാദറാണ് ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബാണ് റീഡ്. വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ട് നമ്മളിത് എഴുതിയത്. ഇതാണ് 7th പോയിന്റ്. അപ്പോൾ 7th പോയിന്റ് എന്താ? ഗ്രാൻഡ് ഫാദർ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പൂപ്പൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പൂച്ച അപ്പൂപ്പനെ നോക്കി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പം നോക്കി എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നോക്കി കഴിഞ്ഞു പോയ കാര്യമാണ്. നോക്കുകയ്ക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? വാച്ച്. അപ്പം നോക്കി. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. ക്യാറ്റ്. അപ്പോൾ നോക്കുകയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് വാച്ച് എന്നാണ്. വാച്ച്. അപ്പോൾ നോക്കി കഴിഞ്ഞു പോയ കാര്യമാണ്. നോക്കി കഴിഞ്ഞ കാര്യമല്ലേ നോക്കി. അപ്പോൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമുക്കിത് ക്യാറ്റ് വാച്ചിന് നമ്മൾ ED യൂസ് ചെയ്യണം. വാച്ച്ഡ്. ക്യാറ്റ് വാച്ച്ഡ് ഹിം. അപ്പോൾ അപ്പൂപ്പനുള്ളതിന് നമ്മൾ ഹിമ്മാണ് ഇവിടെ യൂസ് ചെയ്തത്. ക്യാറ്റ് വാച്ച്ഡ് ഹിം. കാര്യം ഗ്രാൻഡ് ഫാദർ നമ്മൾ എഴുതിയില്ല. ഹിം എന്ന് ഉദ്ദേശിക്കുന്ന അപ്പൂപ്പനെയാണ്. അപ്പോൾ പൂച്ച അപ്പൂപ്പനെ നോക്കി. ക്യാറ്റ് വാച്ച്ഡ് ഹിം. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? വാച്ചിൻ്റെ കൂടെ നമ്മൾ ED ആഡ് ചെയ്തു പാസ്റ്റ് ഫോം ആക്കാൻ. അപ്പോൾ വാച്ചിനെ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ വാച്ച്ഡ് എഴുതി. അപ്പോൾ എങ്ങനെയാണ്? പൂച്ച അപ്പൂപ്പനെ നോക്കി. ക്യാറ്റ് വാച്ച്ഡ് ഹിം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 9th പോയിന്റ് അവർ ഒരുമിച്ച് ഇരിക്കുന്നു. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാം? അവർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ. ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും ടുഗദർ. അവർ ദേ ഒരുമിച്ച് ടുഗദർ. ഇരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സിറ്റ്. അപ്പം അവർ ഒരുമിച്ചിരിക്കുന്നു നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവർ ദേ ഇരിക്കുക എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? ദേ സിറ്റ് ഒരുമിച്ച്. അപ്പം ദേ സിറ്റ് ടുഗദർ. അവർ ഒരുമിച്ച് ഇരിക്കുന്നു. ദേ സിറ്റ് ടുഗദർ. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവർ ഒരുമിച്ച് ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയണേ. അപ്പോൾ ദേ സിറ്റ് ടുഗദർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പൂച്ച വേഗത്തിൽ ഓടി. അപ്പം പൂച്ച വേഗത്തിൽ ഓടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വേഗം എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ്. ഓടുക എന്ന് വെച്ചാൽ റൺ. അപ്പം ഇത് ഓടി, ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് ഓടി. ഇപ്പോൾ ഓടുകയ്ക്കാണ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പൂച്ച വേഗത്തിൽ ഓടി. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ക്യാറ്റ് ഓടുകയ്ക്ക് നമ്മൾ എങ്ങനെയാണ് പറയണത്? റൺ. പക്ഷെ ഇവിടെ ഓടിക്കഴിഞ്ഞാണ് ഓടി. അപ്പം നമ്മൾ റാൻ യൂസ് ചെയ്യണു. റണ്ണിൻ്റെ പാസ്റ്റ് ഫോം റാൻ. ക്യാറ്റ് റാൻ. വേഗം എന്ന് വെച്ചാൽ എന്താ? ഫാസ്റ്റ്. ക്യാറ്റ് റാൻ ഫാസ്റ്റ്. പൂച്ച വേഗത്തിൽ ഓടി. ക്യാറ്റ് റാൻ ഫാസ്റ്റ്. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ റണ്ണിനെ പാസ്റ്റ് ഫോം ആക്കിയപ്പം റാനായി. അപ്പോൾ എന്താ? ക്യാറ്റ് റാൻ ഫാസ്റ്റ്. പൂച്ച വേഗത്തിൽ ഓടി. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ, അപ്പൂപ്പൻ പൂച്ചയെ വിളിച്ചു. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, വിളിച്ചു. അപ്പം പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ വിളിക്കുക, വിളിക്കുകയ്ക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? കോൾ. അപ്പം എങ്ങനെ എഴുതാം? ഗ്രാൻഡ് ഫാദർ. അപ്പം വിളിച്ചു എന്നാണല്ലേ പറയണേ. അപ്പം വിളിക്കുക, വിളിക്കുകയ്ക്ക് നമ്മൾ പറയണ കോൾ എന്നാണ്. അപ്പം വിളിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പം വിളിക്കുക, കോൾ. വിളിക്കുകയ്ക്ക് നമ്മൾ കോൾ എന്നാണ് പറയുന്നത്. അപ്പം ഈ കോളിനെ നമ്മൾ പാസ്റ്റ് ഫോമിൽ ആക്കുക. അപ്പോൾ വിളിച്ചു, അപ്പം കോൾഡ്. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ ക്യാറ്റ്. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ ക്യാറ്റ്. അപ്പൂപ്പൻ പൂച്ചയെ വിളിച്ചു. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ ക്യാറ്റ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, കോളിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി കോൾഡാക്കി. കോൾഡ്, വിളിച്ചു. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കോൾഡ് വിളിച്ചു. അപ്പൂപ്പൻ പൂച്ചയെ വിളിച്ചു. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ ക്യാറ്റ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കും. അപ്പം നെക്സ്റ്റ് പോയിന്റ്, പൂച്ച തിരിച്ചു വന്നു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ ഒരു സംഭവമാണ്. പൂച്ച തിരിച്ചു വന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൂച്ച തിരിച്ചു വന്നു. ക്യാറ്റ് കെയിം ബാക്ക്. അപ്പോൾ തിരിച്ചു വരിക, തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നു എന്ന് പറയുന്നത് കെയിം ബാക്ക്. അപ്പം വന്നു കഴിഞ്ഞ കാര്യമാണ് നമുക്ക്, ആയതുകൊണ്ടാണ് നമ്മൾ കമ്മിനെ മാറ്റി, കമ്മിനെ പ്രസൻറ്റ് ഫോം ആയ കമ്മിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കെയിം എഴുതിയത്. അപ്പം നിങ്ങൾ ഓർത്തിച്ചേക്കോ, പൂച്ച തിരിച്ചു വന്നു, ക്യാറ്റ് കെയിം ബാക്ക്. അപ്പം നമ്മൾ ഇവിടെ കം, നമ്മൾ എന്താ പ്രസൻറ്റ് ഫോം, കം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. ആ കമ്മിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ കെയിം എഴുതി. അപ്പോൾ എങ്ങനെ? ക്യാറ്റ് കെയിം ബാക്ക്, പൂച്ച തിരിച്ചു വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കം എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ പ്രസൻറ്റ് ഫോമാണ് കം. ഇത് നമ്മൾ കെയിം ആക്കിയ കാരണം കഴിഞ്ഞു പോയ കാര്യമാണ്. പൂച്ച തിരിച്ച് വന്ന് കഴിഞ്ഞൊരു സംഭവമാണ് നമ്മൾ ക്യാറ്റ് കെയിം എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? അവർ ഒരുമിച്ച് കളിച്ചു. അപ്പം ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയണത്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അവർ എന്ന് വെച്ചാൽ ദേ, ഒരുമിച്ച് ടുഗദർ. അപ്പോൾ കളിക്കുക, കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ നോക്കാം. അവർ ദേ കളിക്കുക, കളിക്കുക എന്ന് പറഞ്ഞാൽ പ്ലേ. പക്ഷേ ഇവിടെ കളിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് ദേ പ്ലേ എഴുതിയിട്ട് നമുക്കിതിനെ പാസ്റ്റ് ഫോം ആക്കാം. പ്ലേയുടെ പാസ്റ്റ് ഫോം ആകുമ്പം പ്ലേഡ്. അപ്പോൾ നമ്മളിവിടെ ഈഡിയും കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ദേ പ്ലേഡ് ടുഗദർ. അപ്പോൾ ദേ പ്ലേഡ് ടുഗദർ. അപ്പം അവർ ഒരുമിച്ച് കളിച്ചു. അപ്പോൾ ദേ പ്ലേഡ് ടുഗദർ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി എഴുതാം പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ നമ്മളിവിടെ പ്ലേഡിന് എഴുതി. ദേ പ്ലേ ടുഗദർ. അപ്പം ഇതൊരു പ്രസൻറ്റ് ഫോം ആയിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? ദേ പ്ലേ ടുഗദർ. അവർ ഒരുമിച്ച് കളിക്കുന്നു എന്നായിരുന്നെങ്കിൽ നമുക്ക് ദേ പ്ലേ ടുഗദർ എന്ന് എഴുതാമായിരുന്നു. അപ്പം നമുക്ക് ഇ യൂസ് ചെയ്യേണ്ടായിരുന്നു. ദേ പ്ലേ ടുഗദർ. പക്ഷേ അവർ ഒരുമിച്ച് കളിച്ചു എന്നാണെന്നുകൊണ്ടാണ് ദേ പ്ലേ ടുഗദർ. നമ്മൾ പ്ലേയെ കൺവേർട്ട് ചെയ്ത് പ്ലേഡ് ആക്കിയത്, പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് എങ്ങനെ പറയാം? പൂച്ച മരത്തിൽ കയറും. അപ്പം ഇത് കയറും ഇപ്പോൾ പിന്നീടുള്ളൊരു കാര്യം പറയണം, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്കിത് പറയാം? പൂച്ച മരത്തിൽ, മരം എന്ന് വെച്ചാൽ എന്താ? ട്രീ. അപ്പം കയറുക, മരത്തിൽ കയറുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പറയണേ? ക്ലൈംബ് എ ട്രീ. ക്ലൈംബ്, CLIMB, കയറുക, ക്ലൈംബ്. അപ്പോൾ മരം ട്രീ, പൂച്ച മരത്തിൽ കയറും. അപ്പം ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വില്ല് യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ക്യാറ്റ് വിൽ. എന്താ വില്ല് യൂസ് ചെയ്തത്? ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തു. ക്യാറ്റ് വിൽ ക്ലൈംബ്. കയറുക, ക്ലൈംബ്. ക്യാറ്റ് വിൽ ക്ലൈംബ് എ ട്രീ. അപ്പോൾ ക്യാറ്റ് വിൽ ക്ലൈംബ് എ ട്രീ. പൂച്ച മരത്തിൽ കയറും. ക്യാറ്റ് വിൽ ക്ലൈംബ് എ ട്രീ. അപ്പം നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തു. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വില്ല് യൂസ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? പൂച്ച ഒരു എലിയെ പിടിച്ചു. അപ്പോൾ ഇതും കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പൂച്ച ഒരു എലി എന്ന് പറഞ്ഞാൽ എന്താ? എ ക്യാറ്റ്. പിടിക്കുക. അപ്പം നമുക്ക് പറയാം ക്യാച്ച്. പിടിക്കുക എന്ന് വെച്ചാൽ ക്യാച്ച് നമുക്ക് പറയാം. അപ്പം ഇവിടെ
പിടിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോം എഴുതിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതേണ്ടത്. പൂച്ച ഒരു എലിയെ പിടിച്ചു. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ക്യാറ്റ്, അപ്പം ക്യാറ്റ് പിടിക്കുക, അപ്പോൾ ക്യാച്ച്, പിടിക്കുക എന്ന് വെച്ചാൽ എന്താ? ക്യാച്ച്. അപ്പം ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോം ആണ് കോട്ട്. ക്യാറ്റ് കോട്ട്. അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക. ക്യാറ്റിൻ്റെ പാസ്റ്റ് ഫോം കോട്ടാണ്. അപ്പം ക്യാറ്റ് കോട്ട് ഒരു എലിയെ. അപ്പം എ മൗസ്. ക്യാറ്റ് കോട്ട് എ മൗസ്. അപ്പം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്താ? ക്യാച്ച്. ഇപ്പോൾ നമ്മൾ ക്യാച്ച് പ്രസൻറ്റ് ഫോമായ ക്യാച്ചിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതുന്നത് താക്കാം കുറച്ച്. നമ്മൾ ക്യാച്ചിനെ കൺവേർട്ട് ചെയ്ത് കോട്ടാക്കി. CAUGHT. ക്യാച്ച് കൺവേർട്ട് ചെയ്ത് കോട്ട് പാസ്റ്റ് ഫോം ആക്കി. അപ്പം ഇങ്ങനെയാണ് പൂച്ച ഒരു എലിയെ പിടിച്ചു. ക്യാറ്റ് കോട്ട് എ മൗസ്. അപ്പം ക്യാച്ച് ഓർത്ത് വെച്ചേക്കുക. ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് കോട്ട്. അപ്പം ക്യാറ്റ് കോട്ട് എ മൗസ്. പൂച്ച ഒരു എലിയെ പിടിച്ചു. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. പൂപ്പന് അഭിമാനം തോന്നി. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ അഭിമാനം എന്ന് വെച്ചാൽ പ്രൗഡ്. തോന്നുക എന്ന് വെച്ചാൽ എന്താ? ഫീൽ. അപ്പം ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ്. അപ്പം നമ്മൾ എന്താ ഇവിടെ ഫെൽറ്റ് എഴുതിയത്? കാര്യം ഇത് ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഫെൽറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ്. പിന്നെ എന്താ എഴുതേണ്ടത്? അഭിമാനം, പ്രൗഡ്. അപ്പം പ്രൗഡ്, അഭിമാനം എന്ന് വെച്ചാൽ എന്താ? പ്രൗഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ് പ്രൗഡ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മളിവിടെ ഇതിനെ പാസ്റ്റ് ഫോം ആക്കി. ഫീലിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, ഫെൽറ്റ് ആക്കി. അപ്പം ഫീലിനെ കൺവേർട്ട് ചെയ്ത് ഫെൽറ്റ് നമ്മൾ എഴുതി ഇവിടെ. ഗ്രാൻഡ് ഫാദർ ഫെൽറ്റ് പ്രൗഡ്. പൂപ്പന് അഭിമാനം തോന്നി. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? പൂച്ച മടിയിൽ ഇരുന്നു. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ് ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? മടിക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയണത് ലാപ്പ്. അത് ഓർത്ത് വെച്ചേക്കുക. മടി എന്ന് വെച്ചാൽ ലാപ്പ്. അപ്പം എങ്ങനെ ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷിൽ? ഇരിക്കുക, സിറ്റ്. അപ്പം മടി എന്ന് വെച്ചാൽ ലാപ്പ്, ഇരിക്കുക, സിറ്റ്. അപ്പം ഇവിടെ ഇരുന്നു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ ഇരിക്കുകയുടെ പാസ്റ്റ് ഫോം ഇരുന്നു എന്നാക്കി എഴുതണം ഇംഗ്ലീഷിൽ. പൂച്ച മടിയിൽ ഇരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ക്യാറ്റ്. അപ്പം ഇരിക്കുക, ഞാൻ പറയും ഇരിക്കുകയുടെ ഇംഗ്ലീഷ് വേണമെന്താ? സിറ്റ്. അപ്പം നമ്മൾ സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം. അപ്പം അതെന്താ? സിറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സാറ്റ്. അപ്പം ക്യാറ്റ് സാറ്റ്. എവിടെ ഇരുന്നത് പൂച്ച? ക്യാറ്റ് സാറ്റ് ഓൺ മടിയിൽ, ലാപ്പ്. ക്യാറ്റ് സാറ്റ് ഓൺ ലാപ്പ്. അപ്പം പൂച്ച മടിയിലിരുന്നു. ക്യാറ്റ് സാറ്റ് ഓൺ ലാപ്പ്. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി സാറ്റ് എഴുതി. അപ്പം ഇതൊരു പാസ്റ്റ് ഫോമായി. ക്യാറ്റ് സാറ്റ് ഓൺ ലാപ്പ്. പൂച്ച മടിയിലിരുന്നു. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? അവർ വൈകുന്നേരം മീൻ കഴിക്കും. അപ്പം ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം ഫ്യൂച്ചർ ടെൻസ് ആണിത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. വൈകുന്നേരം, ഈവനിങ്. മീൻ, ഫിഷ്. കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. നമുക്ക് എങ്ങനെ എഴുതാം? അവർ വൈകുന്നേരം മീൻ കഴിക്കും. അപ്പോൾ ദേ വിൽ എന്താ യൂസ് ചെയ്ത് ഇവിടെ? കാര്യം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തു. ദേ വിൽ കഴിക്കുകയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഈറ്റ്. ദേ വിൽ ഈറ്റ്. എന്താ അവർ കഴിക്കുന്നത്? ഫിഷ്. ദേ വിൽ മീൻ. ദേ വിൽ ഈറ്റ് ഫിഷ്. എപ്പോഴാണ് കഴിക്കുന്നത്? ദേ വിൽ ഈറ്റ് ഫിഷ് ഇൻ ദ വൈകുന്നേരം. അപ്പം ഈവനിങ്. ദേ വിൽ ഈറ്റ് ഫിഷ് ഇൻ ദ ഈവനിങ്. അവർ വൈകുന്നേരം മീൻ കഴിക്കും. ദേ വിൽ ഈറ്റ് ഫിഷ് ഇൻ ദ ഈവനിങ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ വില്ല് ചേർക്കാൻ മറക്കില്ല. അപ്പം മനസ്സിലായല്ലോ ഇത്. അപ്പോൾ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണ് കാണുമ്പോൾ നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദേ വിൽ ഈറ്റ് ഫിഷ് ഇൻ ദ ഈവനിങ്. അവർ വൈകുന്നേരം മീൻ കഴിക്കും. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ആണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താ? അവർ കുറേ കാലം ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. ഇപ്പോൾ ജീവിച്ചു. അപ്പോൾ എങ്ങനെയാണ്? അവർ എന്ന് വെച്ചാൽ എന്താ? ദേ.
കുറേ കാലം, ലോങ് ടൈം. ആ വീട്ടിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ ദാറ്റ് ഹൗസ്. അപ്പോൾ വീടിന് നമുക്ക് ഹൗസ് എന്ന് പറയാം, ഹോം എന്നും പറയാം. സന്തോഷത്തിന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ, ഹാപ്പി. അപ്പോൾ സന്തോഷത്തോടെ, അപ്പോൾ നമുക്ക് ഹാപ്പിലി എന്ന് എഴുതാം. അപ്പോൾ ജീവിക്കുക എന്ന് വെച്ചാൽ എന്താ, ലീവ്. അപ്പോൾ ഇവിടെ ജീവിച്ചു, അപ്പോൾ നമ്മൾ ലീവിൻ്റെ പാസ്റ്റ് ഫോം എഴുതണം, ലീവ്ഡ്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം, അവർ കുറേ കാലം ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ജീവിച്ചു എന്നല്ലേ, അപ്പോൾ ദേ ലീവ്ഡ്. ഇപ്പോൾ ജീവിക്കുക, ലീവ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. ദേ ലീവ്ഡ്, സന്തോഷത്തോടെ. അപ്പം ഇങ്ങനെയാണ് ഹാപ്പിലി. ദേ ലീവ്ഡ് ഹാപ്പിലി. എവിടെയാ, ആ വീട്ടിൽ. അപ്പം ഇൻ ദാറ്റ് ഹൗസ്. എത്ര, കുറേ കാലം. അപ്പം ഫോർ എ ലോങ് ടൈം. അപ്പോൾ കുറേ കാലം അവരൊന്ന് ജീവിച്ചെന്നാണ് പറയണത്. അപ്പോൾ ദേ ലീവ്ഡ് ഹാപ്പിലി ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ ലോങ് ടൈം. അപ്പം അവർ കുറേ കാലം ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോൾ ദേ ലീവ്ഡ് ഹാപ്പിലി ഇൻ ദാറ്റ് ഹൗസ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.